വിസ്മയ, ഉത്തര, വിഭജിക, ദായിപ്പ, അതുല്യ ഇവരുടെയൊക്കെ മരണശേഷം ഇവരുടെ മരണവും ജീവിതവും ഒക്കെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സമൂഹത്തിനുള്ള ഏറ്റവും വലിയൊരു ചോദ്യമുണ്ട്, എത്രമാത്രം വിദ്യാഭ്യാസം ഉണ്ടായിട്ട് ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിട്ടും ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഈ ടോക്സിക് ആയിട്ടുള്ള സൈക്കോ ആയിട്ടുള്ള മനുഷ്യന്മാരോടൊക്കെ നോ പറയാനായിട്ടുള്ള ധൈര്യം കാണിച്ചിട്ട് ഇറങ്ങി വരാനായിട്ട് തയ്യാറാവാതിരുന്നത്? അതും അല്ലെങ്കിൽ ഒരു ഡിവോഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് എന്തുകൊണ്ട് പോയില്ല? ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു സൈക്കോളജിക്കൽ ഫാക്റ്റാണ്. സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉള്ള ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ട്രേറ്റ് പോലെയുള്ള അസുഖങ്ങൾ കാണിക്കുന്ന, മാനസിക വൈകൃതങ്ങൾ കാണിക്കുന്ന മനുഷ്യരുടെ കൂടെ ജീവിക്കുന്ന വിക്ടിമായിട്ടുള്ള പാർട്ട്നേഴ്സ്, ഇതിപ്പോൾ അതുല്യയുടെ കേസിലാണെങ്കിൽ മെന്റലി, ഫിസിക്കലി, വെർബലി ആ പെൺകുട്ടി ഒരുപാട് ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നൊന്നും ഇറങ്ങി വരാനായിട്ട് ആ പെൺകുട്ടിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. അത് മരണം കൊണ്ടാണ് അതിനൊരു ഉത്തരം നൽകിയത്. അത് എന്തുകൊണ്ടാണ്? അവരൊരു ട്രോമ ബോണ്ടിലായിരുന്നു. എന്താണ് ട്രോമ ബോണ്ട്? തഴുകിയ കൈകൊണ്ട് തന്നെ ചികിടത്തടിക്കും, അടിച്ച കൈകൊണ്ട് തന്നെ താരാട്ട് പാടി ഉറക്കും. താരാട്ടുപാട്ട് കേട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിലത്തിട്ട് ചവിട്ടി മിതിക്കും. അതായത് ഇവരിങ്ങനെ ഉപദ്രവിക്കുകയും ചെയ്യും. ഇവരൊരു ലവ് ബോംബിങ് നടത്തും. എനിക്ക് നീയില്ലാണ്ട് പറ്റില്ല, നീയാണ് എൻ്റെ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് വിക്ടിമായിട്ടുള്ള പാർട്ട്നേഴ്സ് കൺഫ്യൂസ്ഡ് ആവും. ശരിക്കും ഇയാൾക്ക് എന്നോട് ഇഷ്ടമാണോ, എന്നാൽ കുറച്ചു കാലം കൂടി ജീവിച്ചു നോക്കാം, എൻ്റെ ആയിരിക്കും പ്രശ്നം. ഇവരിങ്ങനെ കൺഫ്യൂസ്ഡ് ആവും. ആ ഒരു ലൂപ്പിലാണ് ഇവരിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക.